ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് മുരിങ്ങയില കറിയാണ്. അപ്പോൾ മുരിങ്ങയില കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 8 തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 5-6 ചുവന്നുള്ളിയാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് പിടിക്കും. അതുകൊണ്ടിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് നെടുവെ കീറിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. ഉണക്കമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഉണക്കമുളക് ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. മുരിങ്ങയില ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുഴഞ്ഞു പോകാത്ത രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മുരിങ്ങയില നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ചെറിയ ചൂടിലിട്ടിട്ട് വേണം മുരിങ്ങയില നമുക്കത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. നമ്മുടെ നാടൻ മുരിങ്ങയില കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിത് കൂടി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇത് അത്ര നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളക്കാനായിട്ട് അനുവദിക്കരുത്. നല്ല ചൂടായ ശേഷം നമുക്കിത് ഇറക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് തിളക്കാനായിട്ട് അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമുക്കിത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തിളക്കില്ല. തിളക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ വയറ് നിറച്ച് ചോറ് കഴിക്കാൻ ഈ ഒരു കറി തന്നെ അധികമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്ര നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.